രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് തിരിച്ചെടുക്കുവോ തിരിച്ചെടുക്കാണ്ടിരിക്കുവോ അത് കോൺഗ്രസിന്റെ വിഷയം. പക്ഷെ കോൺഗ്രസ് കാണിച്ചു വെച്ച ആസൂത്രിതമായ ഒരു പരമ്പരയുണ്ട് ഇവിടെ. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാതെ മൗനം പാലിച്ച ആഴ്ചകൾ, അതിനുശേഷം ശക്തമായ പ്രതിഷേധം ഇരമ്പിയപ്പോ പുറത്താക്കലിന്റെ വക്കിലേക്ക് എത്തി. മൗനം വെടിഞ്ഞ് നിർബന്ധിക്കപ്പെട്ട പോലെ ഓക്കാനിച്ചൊരു പുറത്താക്കൽ. അതിനുശേഷവും കളം നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഫേസ്ബുക്കിലൂടെയും എവിടെയൊക്കെ സാധ്യമാകുമോ അവിടെയെല്ലാം രാഹുൽ നടത്തി. അടൂരിലേക്ക് പോകും വഴി പഴകുളം മധുവിന്റെ പന്തളത്ത് വെച്ച് പ്രചരണ വാഹനത്തിലേക്ക് ഓടിക്കേറിയത് പോലും ജനങ്ങൾ കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ അടവും പയറ്റി നിൽക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം മൗന സമ്മതമാ കൊടുത്തേ. ഇന്നിപ്പോ രാഷ്ട്രീയ കേരളം ഇങ്ങനെ സൈലന്റായി മെയ് 4 പോയിക്കൊണ്ടിരിക്കുമ്പോ CR മഹേഷ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. നേതാവ് CR മഹേഷ്, പ്രിയങ്കരൻ ജനനായകൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്ന്. ഇതിലൊന്നും പ്രശ്നമില്ല. വ്യക്തിപരമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, പഴയ സഹപ്രവർത്തകർ, ഇതൊക്കെ വലതുപക്ഷ മീഡിയകൾ ഇങ്ങനെ അനുകൂലിച്ച് ഇങ്ങനെ വലിയ രീതിയിൽ അത് ഷോക്കേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പുറത്താക്കിയതിന് ഒരു തന്ത്രമുണ്ട്. രാഹുൽ കൃത്യമായ ദിവസങ്ങളിൽ പോസ്റ്റുകളിട്ട് ഏതൊക്കെ രീതിയിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്താമോ അവിടെയെല്ലാം കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചത്. മുഖ്യധാര മാധ്യമങ്ങൾ ചെന്നിട്ട് കോൺഗ്രസിനോട് ചോദിച്ചു, നേതാക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം പോലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെ രാഹുൽ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോഴും അവർക്ക് ആൻസർ ഇല്ല. രാഹുലിന്റെ ഇഷ്ടമല്ലേ, അദ്ദേഹം ചെയ്യട്ടെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മൗന സമ്മതം. ചെയ്തതിനെ കുറിച്ച് ഇന്ന് വരെ കോൺഗ്രസിലെ ഒരു നേതാവ്, ഒരു സിംഗിൾ നേതാവ് രാഹുൽ ചെയ്തത് തെറ്റ് എന്ന് കോൺഫിഡൻസോടെ ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജോടെ പറഞ്ഞത് ആരുണ്ട്? ഷാഫിയോ, സതീശനോ, ചെന്നിത്തലയോ? ആരുമില്ല. ഒരുപക്ഷെ മുരളീധരനെ, കെ മുരളീധരനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എഴുതി വെച്ച തിരക്കഥ പൂർത്തിയാവുകയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുന്ന വാർത്ത കൂടി നമുക്ക് കാണാൻ സാധിക്കും. അത് മെയ് 4 മുമ്പോ മെയ് 4 ശേഷമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പരിപൂർണമായി ഇന്ന് വരെ കേട്ട വോയിസ് രാഹുലെ നിങ്ങളുടെയല്ലേ, നിഷേധിക്ക്, അല്ലെങ്കിൽ നിഷേധിക്ക്. രാഹുൽ മറ്റെന്തെങ്കിലും പറയും. ചക്ക എന്ന് ചോദിക്കുമ്പോൾ തേങ്ങ എന്ന് പറയുന്ന പോലെ ഇന്ന് വരെ നിഷേധിക്കാത്ത ഒരു രാഹുൽ. ശോഭാ സുരേന്ദ്രൻ പണം വിഷയം BJPയുടെ പാലക്കാട് വന്നപ്പോൾ അത് ആണെന്നെങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പോലും പറയാനുള്ള ചങ്കൂറ്റമില്ല. കാരണം തെളിവുകൾ നിരത്തി ഈ നാടിന്റെ സോഷ്യൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിരന്നു കിടക്കുന്ന സത്യത്തെ എങ്ങനെ അവഗണിക്കാൻ സാധിക്കും? രാഹുലിലേക്ക് കോൺഗ്രസ് അടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട സമീപനം കൂടിയാണ് പുറത്തു വരുന്നതെന്ന് പറയാതെ വയ്യ.